എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം അടുത്ത ആഴ്ച സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ എക്സാം നടക്കാൻ പോവാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 നടന്ന സെക്രട്ടേറിയറ്റ് OAൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഫൈനൽ ആൻസർ കീയും ആണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാമാണ്? വിധവ പുനർവിവാഹം നിരോധിച്ചു, അത് നിരോധിച്ചിട്ടില്ല അല്ലെ. വിധവ പുനർവിവാഹം നിരോധിച്ചിട്ടില്ല, പിന്നെ അത് തെറ്റാണ്. അപ്പോൾ എന്താണ്? അതുപോലെ അടിമത്തം, സതി, ശൈശവ വിവാഹം, അത് മൂന്നും നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ എ ആണ്. 2, 3, 4 എന്നാണ് ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. അഹമ്മദാബാദിലെ തുണിമിൽ സമരം, ഗേദ കർഷക സമരം, തെലങ്കാന സമരം, സ്വദേശി പ്രസ്ഥാനം. ഏതാണ്? നമുക്കറിയാം 1918 ഗാന്ധിജി പങ്കെടുത്ത ഗാന്ധിജിയുടെ ആദ്യത്തെ ഇന്ത്യയിലെ നിരാഹാര സമരമായിരുന്നു ഇത്, അഹമ്മദാബാദ് തുണിമിൽ സമരം. അതുപോലെ ഗേദ സത്യാഗ്രഹത്തിലും ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട് അല്ലെ, ഗുജറാത്തിലെ. അതുപോലെ തെലങ്കാന സമരവും സ്വദേശി പ്രസ്ഥാനവും ആരുമായിട്ട് ബന്ധമില്ല, ഗാന്ധിജിയായിട്ട് എന്തില്ല, ബന്ധുവില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? 3ഉം 4ഉം ആണ്. ഓപ്ഷൻ സി ആണ്, 3 ആൻഡ് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. പത്രങ്ങളും നേതൃത്വം നൽകിയവരാണ് കൊടുത്തിട്ടുള്ളത്. അതിലെന്താണ്? ആദ്യത്തെ പത്രം യങ് ഇന്ത്യ ഹരിജൻ, ദാദാഭായ് നവറോജി. നമുക്കറിയാം അത് തെറ്റാണല്ലേ. യങ് ഇന്ത്യ ഹരിജനുമാരുടെ പത്രമാണ് മഹാത്മാഗാന്ധിൻ്റെ പത്രമാണ്. ഇത് 10ാം ക്ലാസ്സിലെ SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതുപോലെ തന്നെ കേസരി മറാത്ത ബാലഗംഗാധര തിലക്, അത് ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ സുരേന്ദ്രനാഥ് ബാനർജി അല്ല, വോയിസ് ഓഫ് ഇന്ത്യയുടെ പത്രമാണ് ദാദാഭായ് നവറോജിൻ്റെ പത്രമാണ് ഇത് വോയിസ് ഓഫ് ഇന്ത്യ. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. അപ്പോൾ ഏതൊക്കെയാണ്? അത് ശരിയാണ് അല്ലേ. അപ്പോൾ ഏതാണ്? 2ഉം 4ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ വരിക ഏതാണ്? ഓപ്ഷൻ ബി ആണ് എന്ത് വരിക? ശരിയായിട്ട് വരിക. അടുത്തത്: വെനസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചതായിരുന്നു വെച്ചാലാണത്. നമുക്കറിയാം ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ആരുടെ പേരാണ് നമ്മൾ പഠിക്കുക? സൈമൺ ബൊളീവർ ആണ്. ആരാണ്? സൈമൺ ബൊളീവർ ആണ് അല്ലേ. സൈമൺ ബൊളീവർ ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 1956 പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം എത്ര? നമ്മൾ പഠിക്കണം. 1956 നവംബർ 1 നിലവിൽ വന്ന സംസ്ഥാനങ്ങൾ എത്രയാണ്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നിലവിൽ വന്നത്. അതേതാണ് ആൻസർ വരിക? അപ്പോൾ ഓപ്ഷൻ ഡി ആണല്ലോ ഉത്തരം വരിക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക. കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചതാരും? ഏതാണ് ഉത്തരം വരിക? CV കുഞ്ഞിരാമൻ, KK എളപ്പൻ, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, KP ശങ്കരമേനോൻ. ആരാണ് ഉത്തരം വരിക? ഓപ്ഷൻ സി ആണ്, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അതുപോലെ മുക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നാണ് ആരുമായി ബന്ധപ്പെട്ട് വെച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കറുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ്. അദ്ദേഹം ജനിച്ചത് 1825 2025 അദ്ദേഹത്തിന് 100ാം ജന്മവാർഷികമാണ്. എന്താണ്? 100ാം 200ാം ജന്മവാർഷികമാണ്. അതുപോലെ അദ്ദേഹം മരിച്ചത് 1874 2024 അദ്ദേഹത്തിൻ്റെ 150ാം ചരമവാർഷികമായിരുന്നു അല്ലെ. കേരള നവോത്ഥാനത്തിൽ ആദ്യ രക്തസാക്ഷിയാണ് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ സൂര്യൻ വരുന്ന ദിവസങ്ങൾ ഏതെല്ലാം? അത് പൊതുവെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് അല്ലേ. ഏതൊക്കെയാണ് വരിക? ഏതൊക്കെയാണ്? മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22. ഏതൊക്കെ വരിക? ഒന്ന് മാർച്ച് 21, അടുത്തെന്താണ്? സെപ്റ്റംബർ 23 എന്ത് വരിക? സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ദിവസങ്ങൾ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിലെ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ചാലനം, സംവഹനം, അഭിവഹനം, ബാഷ്പീകരണം. ഏതാ വരിക? ആദ്യത്തെ 3 വരും അല്ലേ. ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് അവസ്ഥാ പരിവർത്തനമാണ് ഇത് ബാഷ്പീകരണം അല്ല. ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ അവസ്ഥാ പരിവർത്തനമാണ്. ദ്രാവകം വാതകമായിട്ട് മാറുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ബാഷ്പീകരണം എന്ന് പറയുക. ഓക്കെ, അതുപോലെ തന്നെ 3 താപം പ്രസരിക്കുന്ന 3 രീതികൾ ചാലനവും സംവഹനവും അഭിവഹനവുമാണ്. 1, 2, 3. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. അടുത്ത: നാം അധിവസിക്കുന്ന ഭൂമിയും സൗരൂദ്യവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിൻ്റെ ആകൃതി എന്താണെന്നാണ് ചോദിച്ചത്. ഏതാണ് അതിൻ്റെ ആകൃതി? സർപ്പിളാകൃതിയാണ്. എന്താണ്? സർപ്പിളാകാരം. എന്താണ്? സർപ്പിളാകാരമാണ് വരിക. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. കൂട്ടത്തിൽപ്പെടാത്ത തിരഞ്ഞെടുക്കുക. ഒക്ടോബർ ചൂട്, ചിനൂക്ക്, മാംഗോ ഷവേഴ്സ്, പശ്ചിമ അസ്വസ്ഥത അല്ലെ. ഇതിലേതാണ്? നമുക്കറിയാം ഒക്ടോബർ ചൂടും മാംഗോ ഷവേഴ്സും പശ്ചിമ അസ്വസ്ഥതയ്ക്ക് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ് അല്ലെ. ചിനൂക്കല്ല. അതുകൊണ്ട് ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ ബി ആണ്. ഇത് വരിക ചിനൂക്കാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. അടുത്തത്: ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 3600 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. അത് ശരിയാണ് അല്ലേ? അതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ആ പ്രസ്താവനയും എന്താണ്? ശരിയാണ്. പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നത് തെറ്റാണ്. ആവർത്തിച്ചുള്ള വിവരശേഖരണത്തിനല്ല എന്തുപയോഗിക്കുന്നത്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ അവസാനത്തെ എന്താണ്? വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അത് ശരിയാണ്. ഓപ്ഷൻ 4 ശരിയാണ്. എന്താണ്? നാലാമത്തേതും ശരിയാണ്. അപ്പോൾ 1, 2, 4 ഏതാ വരിക? 1, 2, 4 ആണ് വരിക ഉത്തരം. ഓക്കെ. 12ാമത്തെ ക്വസ്റ്റ്യൻ, സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തുക. സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം. ഇതിൽ ഏതാണ് പെടാത്തത്? കാലാവസ്ഥ ഭൂപടം മാത്രം പെടൂല, ബാക്കിയെല്ലാം എന്തിനു ഉദാഹരണങ്ങളാണ്? സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം. അപ്പോൾ 1, 2, 4 ഓപ്ഷൻ ഡി ആണ് എന്ത് വരിക? ഉത്തരമായിട്ട് വരിക. അതുപോലെ തന്നെ താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് വന്നത്. അത് ശരിയാണ്. ഓക്കെ. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കാണ്. അതും ശരിയാണ് അല്ലേ? നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. അതും ശരിയാണ്. വ്യാവസായിക വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്കല്ല, കാർഷിക വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്കാണ്. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രത്യേക മികവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിന് ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതാണെന്ന് ചോദിച്ചതാണ്? മഹാരത്ന. ഏറ്റവും കൂടിയ പദവിയാണ് മഹാരത്ന. അതിന് താഴെ വരുന്ന പദവിയാണ് നവരത്ന. അതിന് താഴെ വരുന്ന പദവിയാണ് മിനിരത്ന. ഇതിലാകെ മഹാരത്ന കമ്പനികൾ 14 മഹാരത്ന കമ്പനികൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ഉത്തരം? എന്താ വരിക? 3 ശരിയാണ്. ഏതാണ്? 3 ശരിയാണ്. മേൽ പറഞ്ഞവയെല്ലാം അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏതാണ് ശരിയായ ജോഡി ഏതാണെന്ന് ചോദിച്ചില്ല. 3-ാം പഞ്ചവത്സര പദ്ധതി തെറ്റാണ് അല്ലേ? കാരണം അതിൻ്റെ വ്യവസായ വികസനം എല്ലാം എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് വരിക. 5-ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനമല്ല. അതെന്താണ് വരിക? 5-ാം പഞ്ചവത്സര ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു മുഖ്യ ലക്ഷ്യം. 8-ാം പഞ്ചവത്സര പദ്ധതി അത് ശരിയാണ്. അതിൻ്റെ മെയിനായിട്ട് ലക്ഷ്യം എന്തായിരുന്നു? മാനവ വിഭവശേഷി വികസനമാണ്. അതുപോലെ 12-ാം പഞ്ചവത്സര പദ്ധതി അതിൻ്റെ ലക്ഷ്യവും തെറ്റാണ്. ഗ്രാമീണ വികസനം അല്ല. 12-ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനവും ത്വരിതഗതിയിലുള്ള വളർച്ചയും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന വളർച്ച ഇതൊക്കെയായിരുന്നു. അതിലും അത് പെടൂല. അപ്പോൾ ഏതാണ് ഉത്തരം വരിക? ഓപ്ഷൻ സി ആണ് വരിക. 8-ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്ത് ചെയ്യുക? ആൻസർ വരിക. അതുപോലെ 16-ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് നമ്മൾ നോക്കുന്നില്ല. ഓക്കെ. അതേപോലെ 17-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. 17-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓൾറെഡി ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ LDക്ക് കാസർഗോഡ് LDക്കും ഈ ഒരു LDക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ കാസർഗോഡ് LDക്കും ചോദിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അടുത്ത 18-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. 2017 ജൂലൈ 1 ഇന്ത്യയിൽ വന്ന GSTയിൽ ലയിക്കപ്പെടാത്ത നികുതി ഏതാണ്? ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. GST ഏതൊക്കെ നികുതികളാണ് ഉൾപ്പെടുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. ലയിക്കപ്പെടാത്ത ഏതാണ്? കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, കേന്ദ്ര വിൽപ്പന നികുതി ഉണ്ട്, അതുപോലെ കേന്ദ്ര സേവന നികുതി ഉണ്ട്. ആദായ നികുതി എന്ത് ലയിച്ചിട്ടില്ല? GSTയിൽ ലയിപ്പിച്ചില്ല. അപ്പോൾ ഇൻകം ടാക്സ് ഇപ്പോഴും എന്താണ്? GST ലയിപ്പിക്കാത്തൊരു നികുതിയാണ്. പിന്നെ ഇത് GST ലയിപ്പിച്ച വേറെ നികുതികളൊക്കെ പറയുകയാണെങ്കിൽ ഏതാണ്? സംസ്ഥാന വാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി, ഇത്രയൊക്കെ അതിൽ ഉൾപ്പെടും. പൊതുവേ ഇതിൽ എപ്പോഴും ചോദിക്കുമ്പോൾ കസ്റ്റംസ് നികുതി ഉണ്ടാവാറുണ്ട്. കസ്റ്റംസ് നികുതിയും എന്ത് ലയിപ്പിച്ചിട്ടില്ല? നികുതി ഈ GSTയിൽ എന്ത് ചെയ്തിട്ടില്ല? ലയിപ്പിച്ചിട്ടില്ല. ഓക്കെ. അടുത്ത കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുക 1967 സെപ്റ്റംബറിലാണ് അല്ലേ? 1967 സെപ്റ്റംബറിലാണ്. അതിൻ്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി ആയിരിക്കും. പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടായിരുന്നു. അതിൻ്റെ ഒരു ഉപാധ്യക്ഷൻ ആരായിരുന്നു? MK ഹമീദ് ആയിരുന്നു. പ്രഥമ ഉപാധ്യക്ഷൻ MK ഹമീദ് ആയിരുന്നു. അടുത്ത കേരള നെൽവയർ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? ഇതും പൊതുവേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തണ്ണീർത്തടങ്ങൾ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴാണത്? പഠിച്ചു നോക്കുക. 2018 ഓഗസ്റ്റ് 11 2018 ഓഗസ്റ്റ് 11. 21-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. 4 പ്രസ്താവന ഏതാണ് ശരിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അത് ശരിയാണ്. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ആ പ്രസ്താവന എന്താണ്? ആ പ്രസ്താവന ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചു, സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ആശയം എന്ന രൂപം കൊണ്ടു. അതാണ് ശരിക്കും ശരിയായിട്ടുള്ള പ്രസ്താവന. അതുപോലെ തന്നെ ആമുഖം ഇന്ത്യൻ ഭരണ അവിഭാജ്യ ഘടകമല്ല എന്ന് പറഞ്ഞു. അതും എന്താണ്?
അത് തെറ്റാണ്. അതുപോലെ ABC പ്രസ്താവനകൾ ശരിയാണ്, അതും തെറ്റാണ്. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. ഇതാണ് ഫൈനൽ ആൻസർ കീ പ്രകാരം കൊടുത്ത ആൻസർ എന്ന് വെച്ചാൽ. ഓക്കെ, പക്ഷെ ഓപ്ഷൻ എ നമ്മൾ ഒന്നാണ് കൺഫ്യൂസ് ആക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത പ്രസ്താവന താഴെ പറയുന്നവയിൽ ഹരിത കേരളം പദ്ധതിയെപ്പറ്റി ശരിയായ പ്രസ്താവന ഏത്? ഗ്രാമീണ മേഖലയിൽ യുവാക്കളുടെ സഹകരണത്തോടെ വനവൽക്കരണത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതി. അത് തെറ്റാണ്. സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്രരൂപീകരണമനുസരിച്ച് ആരംഭിച്ച സംസ്ഥാന സമഗ്ര വികസന പദ്ധതി. അതുമല്ല. എന്താണ്? മാലിന്യ നിർമ്മാർജ്ജനം. അതാണ് ഉത്തരമായിട്ട് വരും അല്ലേ? മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം, കാർഷിക വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഇത് ഹരിത കേരളം അല്ലേ? അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ രാഷ്ട്രപതിയെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റിനെ പറ്റി ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവൂ. ആ പ്രസ്താവന ശരിയാണ്. ഇംപീച്ച്മെന്റ് പ്രമേയം ആദ്യം ലോകസഭയിൽ അവതരിപ്പിക്കണം. അങ്ങനെ ഒരു കണ്ടീഷനൊന്നുമില്ല. ലോകസഭയിലോ രാജ്യസഭയിലോ എവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യുക? അവതരിപ്പിക്കാം. അതുകൊണ്ട് തെറ്റാണ്. ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകാൻ സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ കേവല ഭൂരിപക്ഷമല്ല വേണ്ടത്, പ്രത്യേക ഭൂരിപക്ഷമാണ് അതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ABC എന്നീ പ്രസ്താവന ശരിയാണോ? തെറ്റാണ്. അതേതാണ്? ഓപ്ഷൻ എ മാത്രമാണ് എന്തെങ്കിലും ശരിയായിട്ട് വരിക. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലേർട്ട് പുറപ്പെടുവിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് യെല്ലോ അലേർട്ട്. നമുക്കറിയാം റെഡ് അലേർട്ട് അല്ലേ, നമുക്ക് പറഞ്ഞ് ഓറഞ്ച് അലേർട്ടൊക്കെ ഉണ്ടാവാറില്ലേ? അപ്പോൾ ഏതാണ്? കുറവ്. യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞാൽ മഴ കുറവാണെങ്കിലാണ് എന്ത് വരിക? യെല്ലോ അലേർട്ട് വരിക. അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നതിൻ്റെ ആ വാല്യൂസ് പഠിക്കണം. 24 മണിക്കൂറിൽ 6 സെൻറ്റിമീറ്റർ മുതൽ 11 സെൻറ്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പിലാണ് എന്ത് പുലർത്തുന്നത് എന്ത് അലേർട്ട് പുറപ്പെടുവിക്കുന്നത് വെച്ചതാണ് യെല്ലോ അലേർട്ടാണ്. ഓക്കെ, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഗെയ്താന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം അല്ലെ DP ഗെയ്താന് പകരം വന്ന ആരാണ്? TT കൃഷ്ണമാചാര്യാണ്. TT കൃഷ്ണമാചാര്യാണ്. ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഗെയ്താന് പകരം വന്ന TT കൃഷ്ണമാചാര്യാണ്. TT കൃഷ്ണമാചാര്യ. മിത്തറിന് പകരാനാണ് N മാധവറാവു. മിത്തറിന് പകരമാണ് N മാധവറാവു. ഓക്കെ, ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ്? സെൻട്രൽ വിസ്ത. ആക്ച്വലി ഇത് ആ സമയത്ത് ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. എന്തിന്? സെൻട്രൽ വിസ്ത. അപ്പോൾ നമുക്കറിയാം പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണത്തിലുള്ള പദ്ധതിയാണ് ഇത് സെൻട്രൽ വിസ്ത പദ്ധതി എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടുന്നത് അല്ലെ? സബോർഡിനേറ്റ് സർവീസ് കേരള സിവിൽ സർവീസ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്നതാണ്. കേരള സബോർഡിനേറ്റ് സർവീസ് താഴെ പറയുന്ന രീതിയിൽ ഏതാ ഉൾപ്പെടുക എന്ന് വെച്ചാൽ എന്താണ്? കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് ആണ്. ഏതാണ്? കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് ആണ് ഇതിൽ ഉൾപ്പെടുക. 28ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. കാരണം വിവരാവകാശ മുഖ്യ അംഗങ്ങൾ എത്ര അംഗങ്ങൾ വെച്ച് നമുക്കറിയാം മാക്സിമം നമ്പർ 11 ചെയർമാൻ അടക്കം 11 പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ക്ലാരിറ്റിൻ്റെ പ്രശ്നമുണ്ട്. കാരണം നിലവിലെ അംഗങ്ങൾ വെച്ചാൽ 11 അതിൻ്റെ നിയമപ്രകാരം 11 മാക്സിമം പറയുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ഒരു ക്ലാരിറ്റി പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഡിലീഷൻ പോയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ചോദിച്ചതാണത്? ധനകാര്യ കമ്മീഷൻ ആണ്. ധനകാര്യ കമ്മീഷനാണ് അല്ലേ? CAG എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? ഖജനാവിന്റെ കാവൽക്കാരനാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ശുപാർശകളൊക്കെ കൊടുക്കുന്ന ആരാണ്? കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ്. ഓപ്ഷൻ C ആണ് ആൻസർ വരിക. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണത്? അത് 1998 മെയ് 17 എന്ത് ചെയ്യുന്നത്? കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്നത് അല്ലേ? ആരാണത് ഉദ്ഘാടനം ചെയ്തത്? കുടുംബശ്രീ ആരംഭിച്ചത് ആരാണ്? AB വാജ്പേയി ആണ്. ആരാണ്? AB വാജ്പേയി. ആരാണ്? AB വാജ്പേയി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അനുച്ഛേദം 20 നമുക്കറിയാം എന്താണ്? ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല. അത് എന്താണ്? ശരിയാണ് അല്ലേ? 3 കാര്യങ്ങളിൽ വരും. 20 ശരിയാണ്. അനുച്ഛേദം 14 എന്താണ്? നിയമവിധേയമല്ലാതെ അറസ്റ്റിൽ അല്ല. അനുച്ഛേദം 14 എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വമായിട്ട് ബന്ധപ്പെട്ടാണ് വരിക. അതുപോലെ തന്നെ നിയമസമത്വമാണ്. അനുച്ഛേദം 22 എന്ന് പറഞ്ഞാൽ അനുച്ഛേദം 14 കൂടെ നിയമവിധേയമല്ല അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നു അല്ല? അതാണ് 22 വരിക. 18 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? ബഹുമതികൾ നിർത്തലാക്കലേക്കാണ് അതിൽ വരിക അല്ല 18. അപ്പോൾ അതും തെറ്റാണ്. ജീവിക്കുന്ന അവകാശം തെറ്റാണ്. അപ്പോൾ ആകെ ഒരു അനുച്ഛേദം മാത്രമേ ശരിയുള്ളൂ. അനുച്ഛേദം ഓപ്ഷൻ A ആണ് ശരിയായിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര
കേന്ദ്രഭരണ പ്രദേശത്തിനാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ളതെന്ന് വെച്ചതാണ്. ഇത് ആ സമയത്ത് ജമ്മു ഇപ്പം നിലവിലും ഇതിൽ കൊടുത്തതിൽ ദാമൻ ദ്വീപ്, ലഡാക്ക്, ലക്ഷദ്വീപ് ഇവർക്ക് പ്രാതിനിധ്യം ഇല്ല. നിലവിൽ 3 നിയമസഭകളിലെടുത്താണ് പ്രാതിനിധ്യം ഉള്ളത്. ഒന്ന് ജമ്മു കാശ്മീർ ഇപ്പോൾ നിയമസഭ ഉണ്ട്, അവിടെ പ്രാതിനിധ്യമുണ്ട്. അതുപോലെ ഡൽഹിയും അതുപോലെ എന്താണ് പുതുച്ചേരിക്കും എന്തുണ്ട്, രാജ്യസഭയിൽ എന്തുണ്ട്, പ്രാതിനിധ്യമുണ്ട് അല്ലേ. മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതി ചോദിച്ച് നമുക്കറിയാം ഇതാണ് സ്നേഹപൂർവ്വമാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്നേഹപൂർവ്വം. 34ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളെ പ്രൊസീമിയൻസ് എന്നും ആന്ത്രപ്പോയിഡ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രൊസീമിയൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിക്ക് ഉദാഹരണമാണ് ഏതെന്ന് വെച്ചാൽ അത് ഓപ്ഷൻ ബി ആണ്, ലിമർ. ആക്ച്വലി ഇത് നമ്മൾ LDCൻ്റെ സിലബസിൽ വരുന്ന ഒരു ടോപ്പിക് അല്ല, പക്ഷേ നമ്മളെ CRTയിലൊക്കെ ഉള്ളതായതുകൊണ്ട് BSc അത് ചോദിച്ചു എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ നിന്നും പുതുതായി കണ്ടെത്തിയ ഏതിനും സസ്യവിഭാഗത്തിനാണ് മുൻ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജയോടുള്ള ബഹുമാനാർത്ഥം ഇൻപേഷ്യൻസ് ശൈലജയെ എന്ന പേര് നൽകിയെന്ന് ചോദിച്ചാൽ ഏതാണത്, കാശിത്തുമ്പയാണ്. ഏതാണ്, കാശിത്തുമ്പ. അടുത്ത, മനുഷ്യൻ്റെ ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ് ഏത് നമ്മൾ പഠിക്കേണ്ടത്, ഏതാണ്, ട്രിപ്സിനാണ്. ഓപ്ഷൻ സി ട്രിപ്സിനാണ്. അത് വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം. താഴെ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം എലിപ്പനി എന്താണ്, ബാക്ടീരിയ ആണ്. മലമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, അതും എന്താണ്, മന്ത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ്, വൈറസ് വഴി അല്ല. ഏതാണ്, വൈറസ് വഴി ഉണ്ടാകുന്ന ഒരേ രോഗമുള്ളൂ ഇതിൽ, ഏതാണ്, മഞ്ഞപ്പിത്താണ്. ഏതാണ്, മഞ്ഞപ്പിത്ത് അല്ലേ. മന്ത് എന്നൊക്കെ പറഞ്ഞാൽ വിര വഴി ഉണ്ടാകുന്നതാണ് അല്ലേ, ഫൈലേറിയൽ വിരയാണ് മന്തിനൊക്കെ കാരണമായിട്ട് വരിക അല്ലേ. മലമ്പനി എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയാണ് അല്ലേ. ഓക്കെ. അതുപോലെ തന്നെ താഴെ പറയുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി, പ്രസവവും പരിചരണവും. അതുപോലെ തന്നെ മരുന്ന് കൊടുത്തുള്ള ചികിത്സ, പ്രതിരോധ കുത്തിവയ്പ്പ്, കിടത്തി ചികിത്സ. ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നമുക്കറിയാം ഏതൊക്കെ ഉണ്ടാവുള്ളൂ, പ്രസവമൊന്നും ഉണ്ടാവില്ല അല്ലേ. ഏതാണ്, മരുന്ന് കൊടുത്തുള്ള ചികിത്സയും പ്രതിരോധ കുത്തിവയ്പ്പും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതാ ശരി, 2ഉം 3ഉം ആണ് എന്ത് ചെയ്യുക, ശരിയായിട്ട് വരാം. 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, പാപ്സ്മിയർ എന്ന പരിശോധന ഏതുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ നമുക്കറിയാം അതാണ് അർബുദമാണ്, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടാണ് വരിക. അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുന്ന നിയമം ഏതാണ്, കോട്ട്പ നിയമമാണ്. ഏതാണ്, കോട്ട്പയാണ്. അതുപോലെ തന്നെ ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരളത്തിലെ സർക്കാർ സ്ഥാപനമാണ് ഇത്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ഏതാണ്, ഓപ്ഷൻ ബി ആണ് വരിക, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ഒരു ഉപഗ്രഹത്തിൻ്റെ ഗതികോർജം 2 mg ആണ് എങ്കിൽ ആ ഉപഗ്രഹത്തിൻ്റെ ആകെ ഊർജ്ജം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയായിരിക്കും, -2 mg. ഓപ്ഷൻ സി ആണ് ആൻസർ. എന്താണ്, -2 mg ആണ്. അതുപോലെ തന്നെ ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിൻ്റെ വ്യതിയാന കോണം എത്രയാണ്, ഇത് നമ്മൾ പൊതുവേ ചോദിക്കാറുണ്ടല്ലോ. ഏതാണ്, ദ്വിതീയ മഴവില്ല് ഏതാണ്, 54.2 ഡിഗ്രിയാണ് വരിക അല്ലേ. അതുപോലെ വായു മൂലമുണ്ടാകുന്ന ഘർഷണം എങ്ങനെ കുറയ്ക്കാമെന്ന് ചോദിച്ചാൽ എന്താണത്, സ്ട്രീം ലൈനിങ് ആണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ എന്താണ്, ഈ പറഞ്ഞ ധാരാലേഖിതമാക്കൽ എന്ന് പറയുന്നത്. അതായത് ഈ പറഞ്ഞ സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊർത്ത അഗ്രങ്ങൾ അല്ലെ, നമ്മൾ ഈ പറഞ്ഞ വിമാനങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണ് അല്ല. വായു മൂലം ഉണ്ടാകുന്ന ഘർഷണം കുറക്കാൻ വേണ്ടി വിമാനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അഗ്രമാക്കുന്നത് കൂർത്ത രീതിയിലാക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രീം ലൈനിങ് എന്ന് പറയാം. എന്ത് പറയാം, സ്ട്രീം ലൈനിങ് എന്ന് പറയാം. 45ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, അതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. 46ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യൻ്റെ അന്തരീക്ഷമായ കൊറോണയിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെക്കുറിച്ചും മറ്റ് സൗര പ്രതിഭാസങ്ങളെക്കുറിച്ചും പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേരാണ്. അത് ഓൾറെഡി ഇന്ത്യ വിക്ഷേപിച്ചു. ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത് ഏതാണ്, നമ്മൾ സൂര്യനായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുക, ഏതാണ്, ആദിത്യ 11 ആണ്. ഏതാണ്, ആദിത്യ 11 ആണ്. അടുത്ത 47ാമത്തെ ക്വസ്റ്റ്യൻ, ഒരേ സമയം വൈദ്യുത ചാലകമായും വൈദ്യുതരോധിയായും അവതരിപ്പിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം ഏതെന്ന് വെച്ചാൽ ഏതാണത്, ദ്രവ്യത്തിൻ്റെ കുറേ രൂപങ്ങളിൽ ഏതാണ് വരിക, ജാൻ ടെല്ലർ മെറ്റൽ ആണ്. ഏതാണ്, ജാൻ ടെല്ലർ മെറ്റൽ. ഏതാണ്, ജാൻ ടെല്ലർ മെറ്റൽ. ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യത്തെ കൃത്രിമ മൂലം ചോദിച്ചാൽ നമ്മൾ പറയും അത് ടെക്നീഷ്യാണ്. ഏതാണ്, ടെക്നീഷ്യം. ടെക്നീഷ്യത്തിൻ്റെ രാസസൂത്രം TC ആണ്. അതിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ്, 43 ആണ്. 43 ആണ് വരും അല്ലേ. നൈട്രജൻ വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില എത്രയാണ്, നൈട്രജൻ വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 126.4 കെൽവിനാണ്. 126.4 കെൽവിനാണ് വരിക. 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണം ചോദിച്ചാൽ ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണമാണ് ഇത് Al2O3 ആണ്, അലുമിനിയം ഓക്സൈഡ് ആണ്. അതുപോലെ കോവിഡുമായി ബന്ധപ്പെട്ട് സ്വാബ് സിക് എന്താണ്,
എന്താ വെച്ചാൽ അതൊരു ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സ് കുറച്ച് പഴയതാണ്, അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യേണ്ട ഈ ഒരു ക്വസ്റ്റ്യന്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്തിട്ടുള്ളത് ഇതും മാറിയല്ലേ, ഗജേന്ദ്രമോക്ഷം അല്ല ഇപ്പം എന്താണ്, ഇപ്പോൾ വർക്കല ക്ലിഫ് ഫാറ്റ്സിലുള്ള എന്താണ് കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണല്ലേ, അതുകൊണ്ട് അതല്ല എന്താണ് ഇപ്പോൾ ഇതാണ് വർക്കല ക്ലിഫ് ഫാറ്റ്സ് അല്ല, വർക്കല പെർഫോമിംഗ് ആർട്സ് സെൻ്ററാണ്. വർക്കല പെർഫോമിംഗ് ആർട്സ് സെൻ്ററിലെ കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. ഗജേന്ദ്രമോക്ഷം ചിത്രം എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണത്, കൃഷ്ണപുരം കൊട്ടാരമാണ്, അതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അതുപോലെ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആരാന്ന് വെച്ചാൽ അത് നമുക്കറിയാം PC കുട്ടിക്കൃഷ്ണനാണ്. അല്ല, ആരാണ് PC കുട്ടിക്കൃഷ്ണൻ. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ഇതാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നമ്മൾ വിളിക്കുന്നതാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് അത് അറിയപ്പെടുന്നത് അല്ലേ. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്തുന്നതായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഏതാണ്, ഫസ്റ്റ് ബെല്ലാണ്. ഏതാണ്, ഫസ്റ്റ് ബെൽ. നെക്സ്റ്റ് നമ്മൾ ഈ കലാ സാഹിത്യം സിനിമ ആ ഒരു ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യനാണ്. കണ്ണശ സ്മാരകം ആരുടെ സ്മരണയിലുള്ളതാണ്? ആരാണ് കണ്ണശ സ്മാരകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ണശ കവികളിൽ നിന്ന് അറിയപ്പെടുന്ന ആരാണ്, നിരണം കവികളാണ് അല്ലെ, മാധവ പണിക്കർ, ശങ്കര പണിക്കർ, അതുപോലെ തന്നെ എന്താണ് മാധവ പണിക്കർ, ശങ്കര പണിക്കർ, പിന്നെ ആരാണ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരാണ്, നിരണം രാമപ്പണിക്കറാണ് അല്ലെ. കണ്ണശ രാമായണമൊക്കെ എഴുതിയിട്ടുള്ള നിരണം, ശിവരാത്രി മഹാത്മ്യം ഒക്കെ എഴുതിയിട്ടുള്ള നിരണം രാമപ്പണിക്കറാണ്, ഓർത്തിരിക്കുക. ഓക്കെ. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ചെയ്താണ്, ഉദയ സ്റ്റുഡിയോ ആണ്. 1947 ആലപ്പുഴയിൽ സ്ഥാപിച്ച ഉദയ സ്റ്റുഡിയോ ആണ്. രണ്ടാമത്തേതാണ് മേരിലാൻഡാണ് അല്ലേ, മേരിലാൻഡ് സ്റ്റുഡിയോ ആണ്. ഓക്കെ. ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ ആരംഭിച്ച സ്റ്റുഡിയോ ആണ് അല്ലേ, അതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ വരിക. ഓക്കെ. പാരാലിമ്പിക്സിൽ ഒളിമ്പിക്സ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത എന്ന് വെച്ചാലാണ് അത് ആരാണ്, അവാനി ലെഗേരയാണ്. അവാനി ലെഗേര. അതുപോലെ തന്നെ ഏതാണ് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറായി ഉപയോഗിക്കാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എന്താണ്, അതുകൊണ്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഭാഷാ പ്രോസസ്സറും സിസ്റ്റവും സോഫ്റ്റ്വെയറിൻ്റെ ഘടകങ്ങളാണ്. ആ പ്രസ്താവന ശരിയാണ്. അടുത്തത്, കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡിഫ്രാഗ്മെൻറ്റർ. അതും ശരിയാണ്. ഒരു ഉയർന്ന ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരികളായി പരിവർത്തനം ചെയ്യുന്ന ഒരു തരം ഭാഷാ പ്രോസസ്സാണ് കമ്പൈലർ. ആ പ്രസ്താവന എന്താണ്, തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക, അതാണ് 1ഉം 2ഉം ആണ്. അപ്പോൾ ഓപ്ഷൻ A ആണ് എന്ത് വരിക, ആൻസർ വരിക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 61ാമത്തെ ക്വസ്റ്റ്യൻ, സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ഏതൊക്കെയാണ്, അപ്പോൾ അതിന് ആൻസർ നോക്കുന്ന സമയത്ത് ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യത്തെ എന്താണ്, ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് എന്താണ്, വസ്തുക്കൾക്കെതിരെ സൈബർ കുറ്റകൃത്യപ്പെടും അല്ലേ, അത് ശരിയാണ് അല്ലേ. ഇൻ്റർനെറ്റ് സമയമോഷണം എന്താണ്, വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റം, അതും ശരിയാണ്. അതുപോലെ തന്നെ സൈബർ ഭീകരത സർക്കാരിനെതിരെയുള്ള സൈബർ കുറ്റങ്ങളാണ്, അതും ശരിയാണ്. സ്വകാര്യതയുടെ ലംഘനം എന്ന് പറഞ്ഞാൽ വസ്തുവകൾക്കല്ല അല്ലേ, സ്വകാര്യത, അത് തെറ്റാണ്. അപ്പോൾ ഏതാണ് ശരി, ഓപ്ഷൻ A ആണ്. 1, 2, 3 മാത്രമാണ് എന്ത് ചെയ്യുക ശരിയായിട്ട് വരിക. 62ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കീഴിൽ വരുന്നത്? ഏതാണത്, ലിബ്രെ ഓഫീസ് റൈറ്റർ ആണ്. അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ ഇൻ്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് കണ്ടുപിടിക്കുക. ഏതാണ്, ടോപ്പോളജി. ബാക്കി ഇമെയിലും WWW സെർച്ച് എഞ്ചിനൊക്കെ നമുക്കറിയാം, പക്ഷേ ടോപ്പോളജി എന്തല്ല ഇൻ്റർനെറ്റ് സേവനങ്ങളിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ. അടുത്ത 64ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ, 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് ഏതാണ്, സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്താൻ സാധ്യമല്ല. ആ പ്രസ്താവനയാണ് എന്ത് വരിക, ശരിയായിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്താണ്, തെറ്റാണ്. ഓക്കെ. 65ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ഒരു ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ പ്രസിഡന്റും കൂടാതെ 4 കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. അതെന്താണ്, ശരിയാണല്ലേ. ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾ അതിൻ്റെ അധികാരപരിധി നിശ്ചയിക്കുന്നത് 10 കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം. ആ സമയത്ത് ഈ പ്രസ്താവന 2 എന്താണ്, ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം എന്താണ്, 2ഉം ശരിയാണ്. ഓപ്ഷൻ C ആണ് എന്ത് വരിക, ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിൻ്റെ പരിധിയിൽ വരാവുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചതാണ്, ശാരീരികമായ പീഡനം ഉൾപ്പെടും,
ലൈംഗികമായ പീഡനം ഉൾപ്പെടും, വാക്കുകൾ കൊണ്ടുള്ള മാനസികവുമായ പീഡനം ഉൾപ്പെടും. ഇതെല്ലാം എന്താണ് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് എന്ത് വരിക ആൻസർ ആയിട്ട് വരിക. 67ാമത്തെ ക്വസ്റ്റ്യൻ, മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചിലവ് നൽകുന്ന 2007 നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എന്താണ്? ഒന്ന്, സംരക്ഷണ ചെലവിലേക്കായി പ്രതിമാസം പരമാവധി 10,000 രൂപയാണ് ട്രിബ്യൂണലിന് വിധിക്കാവുന്നത്. അത് ശരിയാണ്. പരമാവധി 10,000 മാത്രമേ പറ്റുള്ളൂ. ഈ നിയമപ്രകാരം അപ്പീൽ നൽകുവാൻ ഉദ്ദേശിക്കുന്നതിൽ അതുമായി ബന്ധപ്പെട്ട ജില്ലാ ജഡ്ജിക്ക് സമർപ്പിക്കണം. ആ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അപ്പോൾ ഏതാണ്? മേൽപ്പറഞ്ഞ എന്താണ് പ്രസ്താവനയിൽ എന്താണ് എ മാത്രമാണ് എന്ത് വരിക ശരിയായിട്ട് വരിക. അടുത്ത 68ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സണെയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശേഷം ശരിയായത് കണ്ടെത്തുക. ഏതാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്ന ശുപാർശ നൽകുന്ന സമിതി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുന്നു. ആ പ്രസ്താവന ശരിയാണ് അല്ലേ? മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ചെയർപേഴ്സൺ ആയി നിയമിതനായ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇപ്പം അദ്ദേഹം മാറി ആന്റണി ഡൊമിനിക്. പക്ഷേ ഇതിൽ ആ സമയത്ത് ഈ പ്രസ്താവന ശരിയാണ്. അദ്ദേഹം മുൻ ചീഫ് ജസ്റ്റിസ് ഒക്കെ ആയിരുന്നുള്ള പ്രസ്താവനയൊക്കെ ശരിയാണ്. അപ്പം എന്താണ്? 1ഉം 2ഉം ശരിയാണെന്നാണ് അതിൻ്റെ ആൻസർ വരിക. 69ാമത്തെ ക്വസ്റ്റ്യൻ, ലൈംഗികാതിക്രമത്തിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. എന്താണ്? ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങൾ അതിൻ്റെ ഗൗരവം അനുസരിച്ച് പരമാവധി ശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. അത് ശരിയാണ്. നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്നും മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിലാവാൻ പാടില്ല. അതും ശരിയാണ്. അപ്പോൾ പ്രസ്താവന 1ഉം 2ഉം എന്താണ്? ശരിയാണ്. ജികെയിലെ ലാസ്റ്റ് 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 2004 അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ഇതെല്ലാം ഒരേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണല്ലോ. ശരിയായ ഉത്തരം കണ്ടെത്തുക. അതാണ് ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായമായിരിക്കണം. അത് ശരിയാണ്. കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നായിരിക്കേണ്ടതുമാണ്. അതും ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം എന്താണ്? ശരി എന്നാണ് അതിൻ്റെ ഉത്തരം വരിക. നെക്സ്റ്റ്, മാത്സിലെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് 71ാമത്തെ ആൻസർ ആണ് 125 വരിക. 72ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? സി ആണ്. 126 ദിവസം വരും. 73ാമത്തെ ഓപ്ഷൻ എ ആണ് 750. അതുപോലെ തന്നെ 74ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് 248. നിങ്ങളിത് ചെയ്തു നോക്കുക. 75ാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ്. ഏതാണ്? 64:125 ആണ് വരിക. അതുപോലെ 76ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇത് 0 ആണ് വരിക. ഓപ്ഷൻ സി. 77 ഓപ്ഷൻ 82 ഡിഗ്രി ആണ്. അതുപോലെ 78ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി 6 ആണ്. 79ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 80ാമത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക. അതുപോലെ ഇംഗ്ലീഷിൽ 81ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. 84 ഓപ്ഷൻ ഡി ആണ്. അതുപോലെ തന്നെ 85ാമത്തത് ഓപ്ഷൻ ബി ആണ്. 86 ഓപ്ഷൻ ബി ആണ്. 87 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. 88 ഓപ്ഷൻ സി ആണ്. അതുപോലെ 89 ഓപ്ഷൻ എ ആണ്. 90 എന്താണ്? ഓപ്ഷൻ ബി ആണ് വരിക. നെക്സ്റ്റ് മലയാളം നോക്കുന്ന സമയത്ത് 91ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരിക. 92 എന്താണ്? ഓപ്ഷൻ സി ആണ്. 93 ഓപ്ഷൻ ബി ആണ് വരിക. അല്ലെ പീപ്പർ ഇഷ്യൂ അല്ലേ. 94ാമത്തെ ഓപ്ഷൻ സി ആണ് വരിക. 95 ഓപ്ഷൻ ഡി. 96 ഓപ്ഷൻ സി. 97 ഓപ്ഷൻ എ ആണ്. 98 ഓപ്ഷൻ ഡി ആണ്. 99 ഓപ്ഷൻ എ ആണ് വരിക. അതുപോലെ തന്നെ 99 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് വരിക. നമ്മൾ മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ ജസ്റ്റ് ഓടിച്ചു വിട്ടോളൂ. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യുക വായിച്ചു നോക്കുക. ജസ്റ്റ് ഇതൊരു റെഫറൻസിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ വീഡിയോ എന്താ ലൈക്കും കമൻറ്റും ചെയ്യുക. അതുപോലെ തന്നെ വരുന്ന സെക്രട്ടേറിയറ്റ് ഓഫ് എക്സാം കഴിഞ്ഞ എക്സാമാണ്. വരുന്ന സെക്രട്ടേറിയറ്റ് ഓഫ് എക്സാം എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് സമയമൊക്കെ മാനേജ് ചെയ്ത് ടെൻഷൻ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ചെയ്താൽ ഇതിൽ മെയിൻ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ജോലി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഒരുപാട് ഡിലീഷൻസും അതുപോലെ തന്നെ NCD ഒക്കെ വരാൻ പോകുന്ന പോസ്റ്റാണ്. കഴിഞ്ഞ വർഷം ലിസ്റ്റ് പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. 1 വർഷം 2 വർഷം ബാക്കി 2 വർഷത്തിനുള്ളിൽ തന്നെ ആ ലിസ്റ്റ് കഴിഞ്ഞാണ്. അതുകൊണ്ട് ഷുവറായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനിയുള്ള ദിവസം നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും എക്സാം ചെയ്താൽ എല്ലാവർക്കും എന്താണ് ഓൾ ദി ബെസ്റ്റ്.